റാപ്പന്റെ കൊച്ചിന്റെ കല്യാണത്തിന് എന്തോ വിഷയം തടസ്സങ്ങളോ പ്രശ്നങ്ങളൊക്കെ അത് മാറിപ്പോയത്. ഇവിടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തോമാഞ്ചേട്ടൻ്റെ ചെറുക്കനുമായിട്ട് കുറേ വർഷമായിട്ട് ഇവർ ഇഷ്ടത്തിലാണെന്നോ മൂന്നാർ ഇവരൊക്കെ പോയിട്ടുണ്ട്. ഇവർ ഒന്നിച്ച് ജീവിക്കുന്ന പോലെ ആയിരുന്നു ആയ കാലത്തെ. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലൻഡിൽ നിന്ന് ഒരു ആലോചന വന്നു. ആൽബർട്ട് എന്ന് പറഞ്ഞൊരു പയ്യൻ. ആൽബർട്ട് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, അത്യാവശ്യം നല്ല കാശുണ്ട് അവൻ്റെ പണം അങ്ങ് ഒഴുകുക. ഞങ്ങൾ ഇമ്മ കുടുംബത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി പൈസ ഉള്ളവർ കൂടെ പോട്ടെ. ഇവനെന്നാ ഒക്കെ ഉണ്ട്, ഇവനൊന്നുമില്ല. ഇവന് ആകെ ഉള്ളത് തന്നെ ഒരു സ്കൂട്ടറുണ്ട്, ഒരു പഴയ ബുള്ളറ്റ്. അത് അവൻ്റെ അങ്കിളിനെ അങ്ങോട്ട് പഴയ അങ്ങോട്ട് സെക്കൻഡ് ഹാൻഡ് മേടിച്ചുകൊണ്ട് അതും കാണിച്ചാണ് ഈ കറക്കം. അല്ലാതെ ഈ ചെറുക്കനെ പണം ഒഴുകുക അയർലൻഡിൽ നിന്ന്. കാശല്ലേ ഇന്നത്തെ കാലത്ത് വേണ്ടേ, കാശല്ലേ വേണ്ടത്. അല്ലാതെ ഇവൻ്റെ ഇതും പറഞ്ഞിരുന്നാൽ മതിയോ? എനിക്കും തടയുമില്ല കുറച്ച്. പൈസ ഉള്ളവനെ ഈ കാലത്ത് വിലയുള്ളൂ, മനസ്സിലായോ? പിന്നെ ആൽബർട്ടെന്ന് പറഞ്ഞവനെ അവർ അത്യാവശ്യം കാണാനും കൊള്ളാം. എൻ്റെ അത്രയും ലുക്കില്ലാന്നേ ഉള്ളൂ, എൻ്റെ അത്രയും ഇതില്ലടാ, ഉണ്ടോ? എൻ്റെ അത്രയും ഇതില്ല. പക്ഷെ അവനെ കാണാൻ കൊള്ളാം. നമ്മുടെ എനിക്കറിയാൻ പാടില്ലടാ, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ടെന്നോ അല്ലെങ്കിൽ പൈസ ഉണ്ടായെന്ന് അറിയുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ തള്ളുക. അതിനാണ് അതിൻ്റെ സംഭവം. എല്ലാവരും രക്ഷപ്പെട്ടല്ലേ? ഇനിയിപ്പോൾ അയർലൻഡ് ആൽബർട്ടുമായിട്ട് പാപ്പം കെട്ടി അവരെ കെട്ടി കഴിയുമ്പോൾ പണം ഒഴുകുമല്ലേ ആ പയ്യനെ. നല്ല ഞാൻ കേട്ട് ഞെട്ടിപ്പോയിട്ടോ, പൈസ ഒഴുകുക.